ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കിണ്ണത്തപ്പം ചെയ്തതിൽ നിന്നും ഒരുപാട് വ്യത്യാസമായാണ് ഇന്ന് ചെയ്യുന്നത്. കറക്റ്റ് ട്രഡീഷണൽ ആയ രീതിയിലാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം 1 കപ്പ് പച്ചരി ഞാനിവിടെ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു കപ്പിന് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 4-5 മണിക്കൂറോളം കുതിർത്തി എടുക്കണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം. 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കാൻ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളത്തിൽ ചെയ്തെടുത്താൽ ബാറ്റർ ഒത്തിരി ലൂസായി പോവും. ഈ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇത് ഉരുക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ. ശർക്കരയെല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. അരിയും നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ടീസ്പൂണോളം തേങ്ങ ചിരക്കിയതും. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബാറ്റർ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. അത് കുഴപ്പമില്ല. അങ്ങനെ തരികൾ ഉള്ളത് നല്ലതാണ്. നല്ലതുപോലെ അപ്പം പൊന്തിക്കിട്ടാൻ നല്ലതാണ്. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് നെയ്യിൽ കാഷ്യൂം തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ഉൾപ്പെടെ ഇട്ട് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പുഴുങ്ങാനായിട്ട് വെക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിലാണ് ഇതിപ്പോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലാണെങ്കിലും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. ഇനി നമുക്കിത് പുഴുങ്ങാൻ വെക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പച്ചെമ്പിലും വെക്കാവുന്നതാണ്. നമ്മൾ ഈ അപ്പം പുഴുങ്ങിയെടുക്കുന്ന പാത്രം ഉൾപ്പെടെ വേണമെന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ചൂടായ ആ പാത്രത്തിലോട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. വെള്ളമെല്ലാം എന്താ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതൽ വെക്കണം. കാരണം ഇതൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റോളം വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ഫുൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി തിക്കായി പോവും. അപ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവിടെ പകുതി മാവോളെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്കായതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടോയെന്നറിയാൻ. പുറമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉൾഭാഗം കൂടെ വെന്തോന്നൊന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്നൊന്നും മാറ്റി കൊടുത്തിട്ട് തണുത്തതിന് ശേഷം മാത്രമേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുള്ളൂ. അത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതുപോലെ സൈഡൊക്കെ വിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെക്കുമ്പോൾ തന്നെ അത് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അന്ന് തയ്യാറാക്കിയ കിണ്ണത്തപ്പത്തിൻ്റെ അത്രയും സോഫ്റ്റ് അല്ല, അതിനേലും കുറച്ചും കൂടി ഹാർഡായിട്ടാണ് ഇതിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.